നമസ്കാരം, ഞാൻ രാജശേഖരൻ, വാസ്തു കൺസൾട്ടൻറ്റ്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം വീടുകൾക്ക് എത്ര സ്റ്റെപ്പ് വേണം. ഇതൊരു വലിയ ചർച്ചയായി നടക്കുന്നൊരു കാര്യമാണ്. നമുക്കതിൻ്റെ ശാസ്ത്രീയ വശം ഒന്ന് പരിശോധിക്കാം. വീടുകളിൽ ഒറ്റ സംഖ്യയും ക്ഷേത്രങ്ങളിൽ ഇരട്ട സംഖ്യയും വേണമെന്നാണ് കണക്ക്. നമുക്കതിൻ്റെ എന്താണ് അതിൻ്റെ ശരിയായ കാര്യം എന്നൊന്ന് പരിശോധിക്കാം. പൊതുവെ ആളുകൾ പറയാറുണ്ട് ആയം, വ്യയം, ആയം ഈ രീതി വേണം ചെയ്യാൻ, അല്ലെങ്കിൽ വരവ്, ചെലവ്, വരവ് ഈ രീതി വേണം ചെയ്യാൻ. ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ? നമുക്കതിൻ്റെ ശാസ്ത്രീയ വശം ഒന്ന് പരിശോധിക്കാം. മനുഷ്യർ 99% ആളുകളും മുമ്പോട്ട് കാല് വെക്കുമ്പോൾ വലതുകാൽ വെച്ചാൽ നീങ്ങുമോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ സ്റ്റെപ്പ് കയറുമ്പം ആദ്യം വലതുകാൽ വെക്കും, രണ്ടാമത് ഇടതുകാൽ വെക്കും, മൂന്നാമത് വലതുകാൽ വെക്കും. ആ മൂന്നാമത്തെ വലതുകാലായിരിക്കണം വരാന്ത. അപ്പം മൊത്തത്തിൽ ഒറ്റ സംഖ്യ വേണം വീടുകൾക്ക്. നേരെ മറിച്ച് ക്ഷേത്രത്തിന് ഇരട്ട സംഖ്യ വേണം. എന്താ കാര്യം എന്നറിയോ? ക്ഷേത്രത്തിൻ്റെ കട്ടളയുടെ ഹൈറ്റ്, തടി തിക്നെസ് എന്ന് പറയുന്ന ഉദ്ദേശം ഒരു 3/4 അടിയോളം ഹൈറ്റ് വരും. അപ്പോൾ നമ്മൾ ആദ്യം വലതുകാല് വെച്ച് കയറി, ഇടതുകാല് വെച്ച് കയറി, വലതുകാല് വെച്ച് കയറി, ഇടതുകാല് വെച്ച് കയറിയ ശേഷം ഈ കട്ടളപ്പടി കവച്ച് വേണം അകത്തേക്ക് കിടക്കാൻ. അപ്പോൾ അവിടെ എന്ത് വേണം? ഇരട്ട സംഖ്യ വേണം. ഈ സ്റ്റെപ്പിൻ്റെ എണ്ണത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പം നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും. എന്തുകൊണ്ടാണ് ആചാര്യന്മാർ ഇങ്ങനെ പറയാൻ കാരണം? കാരണം നമ്മുടെ ജന്മസിദ്ധമായ ഒരു വാസനയുടെ ഭാഗമാണ് ചെയ്തത്. അപ്പോൾ ക്ഷേത്രത്തിന് ഇരട്ട സംഖ്യയും വീടുകൾക്ക് ഒറ്റ സംഖ്യയും മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ വരും ദിവസം കാണാം. നന്ദി, നമസ്കാരം.